നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് 2ാം വർഷം പഠിതാക്കളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് +2 തുല്യതാ മലയാളം അതിൽ ഉൾപ്പെടുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ കോഴി എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. അത് ചെയ്യുന്നതിന് മുൻപായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ച് കമന്റുകൾ ഇടണം. ചെയ്യുമല്ലോ? പഠന പ്രവർത്തനങ്ങൾ. ആദ്യത്തെ ചോദ്യം, ആധുനിക കവിതയിൽ കടമ്മനിട്ട ആവിഷ്കരിച്ച പ്രസ്ഥാനമേത്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ കാൽപ്പനിക പ്രസ്ഥാനം, ബി ചൊൽക്കാഴ്ച പ്രസ്ഥാനം, സി ഭക്തി പ്രസ്ഥാനം, ഡി പാട്ട് പ്രസ്ഥാനം. ഇതിൽ ശരിയുത്തരം നമ്മൾ കണ്ടെത്തി എഴുതണം. ശരിയുത്തരം ചൊൽക്കാഴ്ച പ്രസ്ഥാനം എന്നതാണ്. ഇത് മാതൃകയിലായിരിക്കും എക്സാമിന് ചോദ്യം വരിക. തള്ളക്കോഴി മകളെ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകൾ തൊണ്ടയിൽ ഉടക്കിയതിന് കാരണമായി കവി പറയുന്നത് എന്തെല്ലാം? കൊത്തി വിഴുങ്ങിയ മുള്ള്, അല്ലെങ്കിൽ ഉള്ളിൽ ഉണങ്ങാത്ത നോവിന്റെ നീര്. ഇത് രണ്ടുമാണ് തൊണ്ടയിൽ ഉടക്കിയതെന്ന് കവി പറയുന്നു. അടുത്ത ചോദ്യം, താളം തെറ്റുന്ന കുഞ്ഞിനും തെറ്റി താളം. കുഞ്ഞിന് താളം തെറ്റാനുള്ള കാരണമെന്ത്? ഉത്തരം, അമ്മയുടെ വാക്കുകളിലെ ഗദ്ഗതം കണ്ടിട്ട്. കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ. ഇവിടെ കാഞ്ഞ വെയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, ജീവിതത്തിൽ ഉണ്ടാകുന്ന ദാരിദ്ര്യം, പട്ടിണി, ഭീഷണികൾ എന്നിവയാണ് കാഞ്ഞ വെയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൊക്കിനുള്ളിലുടക്കിയതെന്തേ കൊത്തി വിഴുങ്ങിയ മുള്ളോ, ഉള്ളിലുണങ്ങാത്ത നോവിന്റെ കണ്ണിൽ ഊറിയ നീറും നീരോ. 4 വരി നമുക്ക് നൽകിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഈ വരികളെ അടിസ്ഥാനമാക്കി ഒരു വിശകലന കുറിപ്പ് എഴുതുക. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വേദന പേറുന്ന തള്ളക്കോഴി മകളെ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദം പുറത്തു വരാതെ തൊണ്ടയിൽ ഉടക്കുന്നു. കൊത്തിവിഴുങ്ങിയ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയതാണോ? ഉള്ളിലുള്ള ഉണങ്ങാത്ത നീറുന്ന വേദനയാണോ ശബ്ദം ഗദ്ഗതമായി വന്നതിന് കാരണമെന്ന് കവി സംശയിക്കുന്നു. 2 കാര്യങ്ങളും വേദന നൽകുന്നതാണ്. മുള്ള് തൊണ്ടയിൽ തറച്ചാൽ ശാരീരികമായ വേദനയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ജീവിതയാതനകളുടെ വേദന മാനസികമായിരിക്കും എന്ന വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം, കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ. നമ്മുടെ കവിതയിലെ 2 വരികളാണ്. അമ്മക്കോഴിയുടെ വാക്കുകളുടെ പൊരുൾ എന്ത്? പൊരുൾ, അർത്ഥം. അമ്മക്കോഴി തുള്ളിക്കളിക്കുന്ന തന്റെ മകളോട് പറയുന്ന വാക്കുകളാണിത്. നല്ല വെയിലിൽ നടക്കുമ്പോൾ കാലുകൾ പൊള്ളും. നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് തുള്ളിക്കളിക്കുക? കാഞ്ഞ വെയിൽ എന്നതുകൊണ്ട് ജീവിത ക്ലേശങ്ങളാണ് അർത്ഥമാക്കുന്നത്. പട്ടിണി, ദാരിദ്ര്യം, ഭീഷണികൾ എന്നുവേണ്ട എന്തെല്ലാം നേരിട്ടാലാണ് ജീവിക്കാൻ സാധിക്കുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ തുള്ളിക്കളിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അമ്മക്കോഴിയുടെ വാക്കുകളുടെ പൊരുൾ. നിന്റെ ജീവിതം നിൻകാര്യം മാത്രം. അമ്മക്കോഴിയുടെ ഈ വാക്കുകളോട് യോജിക്കുന്നുണ്ടോ?
സ്വാഭിപ്രായം എഴുതുക. കോഴികൾ കുഞ്ഞുങ്ങൾ സ്വയം ജീവിക്കാൻ പ്രാപ്തരാകുമ്പോൾ കൊത്തി അകറ്റാറുണ്ട്. പിന്നീട് അവർ സ്വയം ജീവിച്ചു കൊള്ളണം. സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിയിൽ തന്നെയാണ് വേണ്ടത്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും. അവയെല്ലാം തരണം ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കൂ. മറ്റാരുടെയും സഹായമില്ലാതെ വരുമ്പോൾ സ്വന്തം ശ്രമത്തിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. മറ്റൊരു ചോദ്യം. കോഴി എന്ന കവിതയിലെ തള്ളക്കോഴി നല്ലൊരു അമ്മയാണ് എന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം എഴുതുക. ഒറ്റവാക്കിൽ നമുക്ക് പറയാം അല്ലെ, നല്ലൊരമ്മ തന്നെയാണ്, നമ്മൾ അതിനോട് യോജിക്കുന്നു. തള്ളക്കോഴി ഭാവി ജീവിതത്തിലെ പ്രതിസന്ധികൾ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുന്നു. കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ ജീവിതാവബോധം പകരാനോ ശ്രമിക്കാതെ സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്ന അമ്മമാരിൽ നിന്നും വ്യത്യസ്തയാണ് തള്ളക്കോഴി. ഒരു അമ്മയുടെ കരുതലാണ് തള്ളക്കോഴിയുടെ വാക്കുകളിൽ കാണുന്നത്. മകളുടെ ജീവിതം ഭാവിയിൽ സുരക്ഷിതമാകണം എന്ന ചിന്തയാണ് തള്ളക്കോഴിയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അതിനാൽ തീർച്ചയായും തള്ളക്കോഴി എല്ലാ അമ്മമാരും മാതൃകയാക്കേണ്ട നല്ലൊരമ്മ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പുരുഷ മേധാവിത്വത്തിന് അടിമപ്പെട്ടത് പരാജയമായി തള്ളക്കോഴി കാണുന്നില്ല. എന്തുകൊണ്ട്? പുരുഷനെ കീഴ്പ്പെട്ടതുകൊണ്ട് പെണ്ണ് തോൽക്കുകയല്ല ചെയ്തത്, തലമുറകളുടെ കണ്ണി പൊട്ടാതെ കാക്കുകയാണ് ചെയ്തത്. തലമുറകളെ നിലനിർത്തുകയാണ് സ്ത്രീയുടെ സഹനത്തിലൂടെ ഉണ്ടായത്. അമ്മക്കോഴി പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കുഞ്ഞിന് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തെല്ലാം? ചുറ്റുമുള്ള മാളങ്ങളിൽ ശത്രുക്കൾ പതുങ്ങി ഇരിപ്പുണ്ട്. അതിനാൽ ശത്രുക്കളുടെ കൈകളിൽ പെടാതെ ശ്രദ്ധിക്കണം. തലയ്ക്കു മുകളിൽ കൂർത്ത നഖങ്ങളാൽ കോർത്ത് റാഞ്ചി എടുക്കാനായി ദുഷ്ട കഴുകന്മാർ പറക്കുന്നുണ്ട്. എന്റെ ചിറകിന്റെ കീഴിൽ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക. നമുക്ക് നീളമില്ലാത്ത ചിറകായതിനാൽ രക്ഷപ്പെടുക എളുപ്പമല്ലെന്നും ഓടി ഒളിക്കുക മാത്രമാണ് നിവർത്തിയുള്ളൂ എന്നും തള്ളക്കോഴി പറയുന്നു. അതിനാൽ കാവിലെ പാട്ടുകേട്ടും പൂക്കൾ കണ്ടും അങ്ങോട്ട് പോകരുത്. അവിടെ ശത്രുക്കൾ കാത്തിരിക്കുന്നുണ്ടാകും. കാടനും സർപ്പവും പതിയിരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ 4 വശവും ശ്രദ്ധിച്ചും അതിലുപരി ഉൾക്കണ്ണ് തുറന്നും വേണം സഞ്ചരിക്കുവാൻ. അടുത്ത ചോദ്യം. ഒരു നിരീക്ഷണക്കുറിപ്പ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, സാമൂഹ്യ പദവി എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കവിത ചർച്ച ചെയ്യുന്നു. ഒപ്പം മാതൃത്വത്തിന്റെ മഹനീയതയും. ഉത്തരത്തിലേക്ക് നോക്കാം. കോഴി എന്ന കവിതയിൽ തള്ളക്കോഴി തന്റെ മകളോട് പറയുന്ന കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളുടെ ആവിഷ്കാരമാണ്. തന്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തയാക്കുന്ന മാതൃത്വത്തിന്റെ നന്മയാണ് തള്ളക്കോഴി. സ്ത്രീകൾ എല്ലാ കാലത്തും പുരുഷ മേൽക്കോയ്മയുടെ കീഴിൽ ജീവിച്ചവരാണ്. പകലന്തിയോളം
സമൂഹത്തിൽ പണിയെടുക്കുന്ന സ്ത്രീക്ക് പലപ്പോഴും ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പീഡനങ്ങൾ നേരിടാറുണ്ട്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വാതന്ത്ര്യമോ സുരക്ഷിതത്വമോ ലഭ്യമാകുന്നില്ല. അനുകൂലമായ സാഹചര്യം വന്നാൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരാണ് ചുറ്റുപാടുമുള്ളത്. അതിനാൽ വ്യവസ്ഥിതികളോട് പൊരുതി ജീവിക്കണമെന്നും ചുറ്റുമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അതീവ ശ്രദ്ധയോടെ ജീവിക്കണമെന്നുമുള്ള അമ്മക്കോഴിയുടെ ഉപദേശം ഓരോ സ്ത്രീകളും ഓർമ്മിക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിന്റെ പുറകിലുള്ള അപഗ്രഥന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വൃദ്ധസദനം എന്ന നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന സാറ സമ്പത്തിനും സുഖത്തിനും പിന്നാലെ പാഞ്ഞു പോകുന്ന സ്ത്രീത്വത്തിന്റെ പ്രതിനിധിയാണെങ്കിൽ കോഴിയിലെ തള്ളക്കോഴി മാതൃസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതിനിധിയാണ്. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ശ്രദ്ധയോടെ പഠിക്കുക. വൃദ്ധസദനത്തിലെ സാറയും കോഴി എന്ന കവിതയിലെ തള്ളക്കോഴിയും വിഭിന്ന സ്വഭാവക്കാരാണ്. അമ്മക്കോഴി മാതൃത്വത്തിന്റെ പ്രതീകമാണ്. മക്കളോട് അതിരറ്റ വാത്സല്യമുള്ള അമ്മക്കോഴി ഭാവി ജീവിതത്തിലെ പ്രതിസന്ധികൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നതിന് പുറമെ എങ്ങനെ നേരിടണമെന്നും പറയുന്നു. എന്നാൽ സാറയ്ക്ക് ഭർത്താവിനോട് അല്പം പോലും സ്നേഹവും ആത്മാർത്ഥതയും ഇല്ല എന്നു മാത്രമല്ല, കാമുകനായ ഡൊമിനിക്കിനോടൊപ്പം സുഖിച്ച് ജീവിക്കാനാണ് താല്പര്യം. സ്വന്തം മക്കളെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന അമ്മക്കോഴി സ്നേഹത്തിന്റെ പ്രതീകമാണ്. കുടുംബത്തോട് ആത്മാർത്ഥതയുള്ള അവൾ പുരുഷനാൽ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളുടെ പ്രതീകമാണ്. ജീവിത പ്രതിസന്ധികളെ എതിരിട്ട് അതിജീവിക്കാൻ അമ്മക്കോഴി ശ്രമിക്കുമ്പോൾ സാറ കപട ബുദ്ധിയോടെ സ്നേഹം നടിച്ച് ഭർത്താവിന്റെ സമ്പത്ത് സ്വന്തം പേരിലാക്കുന്നു. സാറ മാതൃത്വം ഇഷ്ടപ്പെടുന്നില്ല എന്നു മാത്രമല്ല, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമ്മക്കോഴി ആകട്ടെ പുരുഷന് കീഴടങ്ങുന്നത് തലമുറയെ നിലനിർത്താനുള്ള ധർമ്മമായി കരുതുന്നു. അമ്മക്കോഴി നന്മയുടെയും സാറ തിന്മയുടെയും രൂപങ്ങളാണെന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കോഴി എന്ന കവിതയിൽ പ്രത്യക്ഷപ്പെടുന്ന കരിനിഴൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും മേലുള്ള ഭീഷണിയാണ്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. കോഴി എന്ന കവിതയിൽ അമ്മക്കോഴി മകളോട് ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെ നേരിടണമെന്ന് പറയുന്നു. തലയ്ക്ക് മുകളിൽ കാണുന്ന കരിനിഴൽ ആപത്താണ്. ഏത് സമയവും കൂർത്ത നഖങ്ങളാൽ കൊത്തിയെടുത്ത് ഭക്ഷണമാക്കും. അവരോട് എതിരിടാൻ നമുക്കാവില്ല. അവർ ശക്തരാണ്. ഓടിയൊളിക്കുക മാത്രമാണ് നമുക്ക് നല്ലത്. കവിതയിലെ ഈ കരിനിഴൽ സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷ എന്നിവയ്ക്ക് മേലുള്ള ഭീഷണിയെ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം തുല്യത നേടി എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. കാരണം സ്ത്രീകളുടെ നേർക്കുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തോടെ ഭയമില്ലാതെ രാത്രിയിൽ സഞ്ചരിക്കാൻ സാധിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യ കഴുകന്മാർ അവളെ കൊത്തിപ്പറിക്കും. അടുത്ത ദിവസം അവളുടെ ജീവസറ്റ ശരീരം എവിടുന്നെങ്കിലും ലഭിക്കും. ഇത്തരത്തിലുള്ള എത്രയെത്ര സംഭവങ്ങൾ
നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അമ്മക്കോഴി പറയുന്നത് പോലെ ആപത്തിൽപ്പെടാതെ ഓടി ഒളിക്കുക മാത്രമാണ് സ്ത്രീക്ക് രക്ഷ. അടുത്ത ചോദ്യം, സാധാരണക്കാരന്റെ നിലനിൽപ്പ് ക്ലേശകരമാക്കുന്ന വർത്തമാനത്തിൽ കോഴി വിനിമയം ചെയ്യുന്ന ആശയങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് കുറിപ്പെഴുതുക. കടമ്മനിട്ടയുടെ കോഴി എന്ന കവിത ഇന്നത്തെ കാലത്തെ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥകളാണ് കാഴ്ചവെക്കുന്നത്. അമ്മക്കോഴി തന്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ചതിയുടെയും വഞ്ചനയുടെയും കാലമാണിന്ന്. പണമുള്ളവന് സമൂഹത്തിൽ പദവിയും മാന്യതയും കിട്ടുമ്പോൾ സാധാരണക്കാരൻ അവരുടെ കീഴിൽ അടിമയെ പോലെ വിധേയത്വം കാണിക്കണം. മേൽക്കോയ്മകളുടെ ലോകത്ത് സാധാരണക്കാരൻ ജാതിമത വർഗ വ്യത്യാസമില്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നു. മേടയിൽ വാഴുന്ന മാന്യന്മാർക്ക് പാവപ്പെട്ടവൻ കളിപ്പാട്ടമാണ്. കുത്തക മുതലാളിമാരാണ് എവിടെയും. സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് വില കൂട്ടി വിൽക്കുന്ന രീതി എവിടെയും കാണാം. കുത്തക മുതലാളിമാർ കൂടുതൽ സമ്പന്നരാകുകയും സാധാരണക്കാർ ജീവിത ക്ലേശങ്ങളിൽ പെടുകയുമാണ് ഇതിന്റെ ഫലം. ചതിയുടെയും വഞ്ചനയുടെയും വിൽപ്പന സംസ്കാരം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും സാധാരണക്കാരനും വിധേയത്വത്തിന്റെയും ചൂഷണത്തിന്റെയും അഴുക്കുചാലിൽ മിതിക്കപ്പെടുന്നു. എവിടെയും ക്രൂരതയാണ് നടമാടുന്നത്. ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ അപകടങ്ങളിൽ ചെന്നു ചാടും. അതിനാൽ നാലു വശവും സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടത് സാധാരണക്കാരന്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആവശ്യമാണ്. ദാരിദ്ര്യവും പട്ടിണിയും ഉപഭോഗ സംസ്കാരവും വിലക്കയറ്റവും ഭൂമിയിലെ ജീവിതത്തിന്മേലുള്ള വെല്ലുവിളികളാണ്. അടുത്ത ചോദ്യം, ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതുക. വിഷയം, കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീ നേരിടുന്ന പ്രതിസന്ധികൾ. സ്ത്രീയുടെ സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, സാമൂഹ്യ പദവി തുടങ്ങിയ പ്രശ്നങ്ങൾ കവിതയിൽ ചർച്ച ചെയ്യുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ചിത്രവും കവി പറയുന്നു. സ്ത്രീകൾക്ക് ഏതൊരു കാലത്തും നമ്മുടെ സമൂഹം പുരുഷന് താഴെയാണ് സ്ഥാനം നൽകിയിരുന്നത്. പുരുഷനായിരുന്നു എവിടെയും ആധിപത്യം ഉണ്ടായിരുന്നത്. ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമായിരുന്നു ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ ആത്മഹത്യ ചെയ്യുക എന്ന സതീ സമ്പ്രദായം. അക്കാലത്ത് സ്ത്രീകൾക്ക് ഈ ആചാരത്തെ എതിർക്കാൻ അവകാശമില്ലായിരുന്നു. അവർ നിർബന്ധപൂർവം സതി അനുഷ്ഠിച്ചു. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും നാം വളരെ മുൻപിലാണെങ്കിൽ പല കുടുംബങ്ങളിലെയും സ്ത്രീകളുടെ അവസ്ഥ ദയനീയമാണ്. പകലന്തിയോളം കുടുംബത്തിലെ പണികൾ ചെയ്യുന്ന അവൾ ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ച സ്ത്രീധന സമ്പ്രദായം എത്രയോ പെൺകുട്ടികളുടെ മരണത്തിൽ അവസാനിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ യാതൊന്നും സ്ത്രീകൾക്ക് ഒരു കാലത്ത് അനുവദനീയമായിരുന്നില്ല. സ്വന്തം വിവാഹം പോലും
വിവാഹ തലേന്നാണ് അറിഞ്ഞതെന്ന് പ്രശസ്ത എഴുത്തുകാരി ദേവകി നിലയങ്ങോട് പറയുമ്പോൾ സ്ത്രീകളുടെ അസ്വാതന്ത്ര്യം എത്ര വലുതാണെന്ന് ചിന്തിക്കാം. ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകളാണ് കൂടുതലായും സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ദോഷങ്ങൾ അനുഭവിച്ചത്. സ്ത്രീ പുരുഷ സമത്വം ഇപ്പോഴും വാക്കുകളിൽ മാത്രമേയുള്ളൂ. രാത്രിയിൽ സ്വതന്ത്രമായി ഭീതിയില്ലാതെ ഒരു സ്ത്രീക്ക് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. സ്ത്രീകളെ കടിച്ചുകീറി തിന്നുന്ന മനുഷ്യ കഴുകന്മാരാണ് എല്ലായിടവും. തൊഴിലിടങ്ങളിൽ പുരുഷനോടൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീക്ക് വേതനം പുരുഷനേക്കാൾ കുറവായിരിക്കും. കുടുംബത്തിൽ ആൺമക്കൾക്ക് നൽകുന്ന പരിഗണന പെൺമക്കൾക്ക് ലഭിച്ചെന്നു വരില്ല. ആൺമക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ ഉത്സാഹിക്കുന്ന മാതാപിതാക്കൾ മകൾ മറ്റൊരു കുടുംബത്തിൻ്റെതാണെന്ന ധാരണ വച്ചു പുലർത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന ബഹുമാനവും പുരുഷനോടൊപ്പമുള്ള തുല്യതയും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല. ജോലിസ്ഥലങ്ങളിലും വീടുകളിലും പോലും സ്ത്രീകൾ പലതരം പ്രശ്നങ്ങൾ നേരിടുന്നു. അടുത്തത് കുട്ടികളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എന്ന വിഷയത്തിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന സെമിനാറിന് മുന്നോടിയായ ചടങ്ങിന് ഒരു ആമുഖ പ്രസംഗം തയ്യാറാക്കുക. മാന്യ സദസ്സിന് വന്ദനം. കുട്ടികൾ രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്തും ഭാവിയുടെ വാഗ്ദാനവുമാണ്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. കുട്ടികളുടെ ബലഹീനാവസ്ഥയും സംരക്ഷിക്കപ്പെടാനുള്ള അവരുടെ അവകാശവും നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളെ സംബന്ധിച്ച അവകാശ ഉടമ്പടി സുരക്ഷിത ബാല്യത്തിന് ഉറപ്പു നൽകുന്നതാണ്. പ്രധാനമായും ആരോഗ്യകരമായി ജീവിക്കാനുള്ള അവകാശമാണ് കുട്ടികൾക്ക് വേണ്ടത്. അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം തുടങ്ങിയവ കുട്ടികൾക്ക് ലഭ്യമാക്കേണ്ടതാണ്. കൂടാതെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും നൽകേണ്ടതാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനാൽ ഭാരത സർക്കാർ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012 പാസാക്കിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രസംഗമാണല്ലോ, ആമുഖ പ്രസംഗം. ഇനി പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് എഴുതിയെടുക്കുക, എന്നിട്ട് നല്ലവണ്ണം പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.